അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽറയാൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട തൈവ ഉസ്താദിൻ്റെ സൂറത്ത് ഇഖ്ലാസിൻ്റെ പ്രത്യേകതകൾ എന്ന ഒരു ബൈത്തുമായിട്ടാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പ്രത്യേകിച്ച് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്ലാസ് സൂറത്തെത്ര കണ്ട് വിശേഷമാ, ഖുർആന്റെ 1 തന്നത് ഹദീസുമാ. ഖുർആനിലുള്ള ഉലൂമ് 3 വിഭാഗമാ, തൗഹീദ് ഫിഖ്ഹും പിന്നെ വിവിധ ചരിത്രമാ. ഇവ 3ലേറ്റം സ്ഥാനമുള്ളത് പ്രസ്തുത സൂറത്തിലുണ്ടെന്നുള്ളതാ പ്രത്യേകത. അപ്പോൾ അതും ഖുർആന്റെ 3-1 എന്നുള്ള യുക്തിയും വ്യക്തമായി തെളിയുന്നു. നബവി ഇമാം ഇത് വ്യക്തമായി പറയുന്നതാ. തഫ്സീർ ഗാസിൻ നോക്കിയാൽ കാണുന്നതാ. ഇത് അധികമായി ഓതുന്നു എന്നാൽ പിന്നെ റബ്ബിൻ്റെ പാതയിൽ നിരതരായി വരൽ തന്നെ. നബിയെ അഹബ്ബാനെ എനിക്ക് സൂറത്ത് എന്നും പറഞ്ഞു വന്നൊരാൾ തിരുഹളറത്ത്. നിനക്കുള്ള സ്നേഹം സ്വർഗമിൽ കടത്തുന്നതാ. തുറമുദിയിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. ഇരുലോക വിഷയം ഒന്നുമേ ഇതിലില്ല, റബ്ബിൻ്റെ സിഫത്തല്ലാതെ മറ്റൊന്നല്ല. അതുകൊണ്ട് തന്നെ പേരിലും അത് ബന്ധമായി ഓതുന്നവർക്കതിനാൽ നജാത്തും ലഭ്യമായി. മൗത്തിൻ്റെ സമയത്തും നജാത്ത കബറിലും, അതുപോലെ തന്നെ മഹ്ശറാ ദിവസത്തിലും. നബിയോടൊരാൾ ഫഖ്ഹുണ്ട് എന്ന ന്യായമായി വീട്ടിൽ കടന്നാൽ ഓതിതെന്നുപദേശമായി. അത് കേട്ടയാൾ വീട്ടിൽ കടക്കുന്ന അവസരം ഇഖ്ലാസ് സൂറത്തോതി വന്നു നിരന്തരം. സുബ്ഹാന റബ്ബി റിസ്കൊലിച്ചിറങ്ങുന്നതായി അയൽഭാഗത്തേക്ക് മൊലിച്ച് ഫക്റോടുന്നതായി. കാണാം സുനൂഹത്തിൽ സുഹൃത്തെ വ്യക്തമായി നോക്കുന്ന പക്ഷം പേജ് 27-ലായി. പൊറുക്കപ്പെടും ഇത് ഓതി ബിസ്മിയുമുൾപ്പെടെ. 600 മാസം ചെയ്ത ദോഷം നിന്നുടെ. ഇത് നീ ഹദീസിൽ നോക്കിയാൽ കാണുന്നതാ. പ്രസ്തുത കിതാബിൽ തന്നിതും പറയുന്നതാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.